ഫോക്കസ് ഓൺ അതേഴ്സ് മെറിറ്റ്സ്. അത് മറ്റുള്ള വ്യക്തികളുടെ നന്മകൾ എന്തൊക്കെയാണോ അതിൽ ഫോക്കസ് ചെയ്യുക. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പല ആളുകളെയും തിരിച്ചറിയുന്നത് അവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അയാൾ ചെയ്തിട്ടുള്ള തെറ്റോ അയാൾ നമ്മളോട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മിക്ക ആളുകളെയും ഓർത്തു വയ്ക്കുന്നത്. ഒരു 100 കാര്യം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോശപ്പെട്ട ഒരു കാര്യമാണ് അയാൾ ചെയ്തതെങ്കിൽ ആ ഒരു കാര്യത്തെ വെച്ചായിരിക്കും നമ്മൾ അവരെ ഓർക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെ ശരിക്കും സഹായിക്കില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ആൾ ചെയ്തിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് ഓർമ്മ വരുന്നതെങ്കിൽ അയാൾ കാണുമ്പോഴൊക്കെ നമുക്കതായിരിക്കും ഓർമ്മ വരുന്നത്. അയാൾ ചിലപ്പോൾ അത് ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ അതിന് പകരമായിട്ട് അയാൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു നല്ല കാര്യമെങ്കിലും ജീവിതത്തിൽ അയാൾ ചെയ്തിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. ഒന്നല്ല, ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. നമ്മളത് കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മളത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം വ്യക്തികളിലെ നല്ല മെറിറ്റ്സ് എന്താണോ, നല്ല സ്വഭാവ ഗുണഗണങ്ങൾ എന്താണോ അതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിന് ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗാർഡൻ, ഒരു പൂന്തോട്ടം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവിടെ ചെടികൾ വേണം. എല്ലാ ചെടികളും നമുക്ക് ഒരേ രീതിയിൽ നമുക്ക് ഒരുപക്ഷെ കാണാൻ സാധിച്ചെന്ന് വരില്ല. ഓരോ ചെടിക്കും അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ചില 2 ചെടികൾ നമ്മൾ ഒന്നിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അതിലൊന്ന് മാത്രമേ ജീവിക്കുകയുള്ളൂ. അതൊക്കെ നമുക്ക് ഒരുപക്ഷെ കൃഷി ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം നമുക്ക് ഒരു പൂന്തോട്ടത്തിൽ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നമുള്ള 2 ചെടികൾ തമ്മിൽ നമ്മൾ ഒരു ചെറിയൊരു അകൽച്ച അവിടെ വയ്ക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത, ഒന്നിച്ച് നിർത്തിയാൽ കുഴപ്പമില്ലാത്ത 2 ചെടികളുണ്ടെങ്കിൽ അവരെ ആയിരിക്കും നമ്മൾ ഒന്നിച്ച് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെയാണ് നമ്മുടെ മനുഷ്യബന്ധങ്ങളും. ഇപ്പം ജീവിതമാകുന്ന ഈ ഒരു പൂന്തോട്ടത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ പ്രത്യേകതകൾ, ആളുകളുടെ നന്മകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ഏത് രീതിയിൽ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ജീവിതത്തിൽ അവർക്കും നമുക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ പറ്റും. അതുവഴി തിരിച്ച് നമുക്കും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ബന്ധങ്ങളെ വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു പോയിന്റാണ്. മറ്റുള്ള ആളുകൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്താണോ, അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവായിട്ടുള്ള പോയിന്റ്സ് എന്താണോ അതിൽ മാത്രമായിട്ട് തൽക്കാലം ഫോക്കസ്